ഫസ്റ്റ് ഷോൺ മാമിനെ കാണുന്നതിന് മുമ്പേ എന്തായിരുന്നു, വാട്ട് വാസ് യുവർ ഹഞ്ച് അബൌട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള വ്യക്തിയും, പിന്നെ അതിനുശേഷം സ്ക്രീനിലേക്ക് നിങ്ങളൊപ്പം ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചേഞ്ച് എന്തായിരുന്നു? 1.5 വർഷം മുന്നേ പറയുമ്പോൾ തന്നെ ശോഭന മാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഏട്ടൻ കഥ പറഞ്ഞ സമയം തൊട്ട്. അപ്പോൾ എനിക്കൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. മാമിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക, അവരവരെ കാര്യം ചെയ്യും. അത് അങ്ങനെ തന്നെയായിരുന്നു. മാം റിഹേഴ്സ് ചെയ്യും, മാം ഡയലോഗ്സ് പഠിക്കും, മാമിൻ്റെ കാര്യം ചെയ്യും, അപ്പം ഞാൻ എൻ്റെ കാര്യം ചെയ്യും, മാമിൻ്റെ കാര്യം ചെയ്യും. പിന്നെ ഷോർട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളത് മാം റിയാക്ട് ചെയ്യുന്നതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക്. കാരണം അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈസി ആവുന്നത്. എനിക്ക് പലപ്പോഴും ഞാൻ ലൊക്കേഷനിൽ പോയി കണ്ടപ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും പ്ലസ്. നമ്മൾ വിചാരിക്കും അവരില്ലല്ലോ അപ്പോൾ കുഴപ്പമില്ല. അവർ അങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ടാകുമ്പോൾ അവർ പറഞ്ഞു തരുന്നതല്ല, അവരെ മുഖത്ത് നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് റിയാക്ട് ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് കോംപ്ലിമെൻറ്റ്, നമ്മൾ ആ സീന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ എനിക്ക് മാം ഈ പറഞ്ഞ പോലെ സജഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിരുന്നില്ല, ഒരു രീതിയിലും ഇൻ്റർഫിയർ ചെയ്തിരുന്നില്ല. ചില സാധനങ്ങൾ മാത്രം മാം പറഞ്ഞിരുന്നു. മാം സംസാരിച്ചിരുന്ന കാര്യങ്ങൾ മഴ പെയ്യുന്നില്ല, ബർഗർ കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകണം, ചോക്ലേറ്റ് വേണം, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചുമ പുള്ളി അല്ലെങ്കിൽ സംസാരിക്കുക എന്നല്ലാതെ മാം സിനിമയെ പറ്റി ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല. ഇത്രയും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തിരയിലെടുക്കാനായിട്ടുള്ള ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ഏട്ടൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും പുള്ളിയുടെ തോട്ട് പ്രോസസ്സ്, അത് എടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? തട്ടത്തൻ മരത്തിന് ശേഷം വേറൊരു ജോണറിലൊരു പടം ചെയ്യണം എന്നായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെറുതെ ഒരു ത്രില്ലർ പറയാതെ ഒരു റെലവൻസ് ഉള്ള ഒരു സാധനം പറയണം എന്നുള്ളൊരു സാധനം. പിന്നെ അതർ ലാംഗ്വേജസ് യൂസ് ചെയ്തു, പിന്നെ കുറേ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അല്ലാതെ ഞങ്ങൾക്കറിയായിരുന്നു ഇതിപ്പോൾ ഒരു 100 days ഫിലിം അല്ല, അല്ലെങ്കിൽ ഒരു 75 days ഫിലിം, ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഇത്രയും റണ്ണ് കിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അപ്പോൾ ആൾക്കാർ അതെങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അത് തിര 2 വരുമ്പോൾ തിര 1നേക്കാൾ ഡെഫിനറ്റ്ലി ആയിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോകും. തിര 2 അതിനുശേഷം തിര 3യും പ്ലാൻ ചെയ്യുന്നുണ്ട്. 2ൽ are you there or what is the what's going to happen, what should we expect? തിര 2ൽ ഞാനില്ല. ഓക്കെ. തിര 3ലുണ്ടാവും. തിര 2ലുള്ള ആളും തിര 3ലുള്ള ആളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിര 1ലായിരുന്നു, തിര 2ൽ ഒരാൾ വരും. തിര 3ൽ തിര 1ലും 2ലുള്ള ആളും കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ. Okay, so it's like Nalam would be like the common factor in all the 3 movies, of course. ഒരുപാട് കളി ചിരി അങ്ങനത്തെ ഒരു സെറ്റ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു? ലൈക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം ഇപ്പം ധ്യാൻ ഇങ്ങനെ ചെയ്യണം, അടുത്ത ഷോട്ടിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടിയാണ് കാണുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കളിച്ചിരി ചേട്ടനാണ് എന്നുള്ളൊരു രീതിയിലായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ പുള്ളി അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഓക്കെ. പുള്ളി എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, പുള്ളി എന്നെ ആർട്ടിസ്റ്റായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെല്ലാവരും അവരെല്ലാവരും ഒരുമിച്ചൊരു സെയിം യൂണിറ്റാണ്. ജോമോൻ ചേട്ടൻ, ജോമോൻജി അല്ലെങ്കിൽ അസിസ്റ്റൻസ് എല്ലാവരും സെയിം ആണ്. എനിക്ക് അവരെയൊക്കെ അറിയാം. ആ ഷോട്ടിൻ്റെ സമയത്ത് മാത്രമേ എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുന്നിലൊരു 2 മിനിറ്റ് മാത്രമേ നമ്മൾ ഓക്കെ ഷൂട്ട് ചെയ്യുകയാണല്ലോ എന്നുള്ള ചിന്ത പോകുന്നുള്ളൂ. അതുവരെ നമ്മൾ, കാരണം ബേസിക്കലി ഭയങ്കര സീരിയസ് ഫിലിം ആണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു മൂഡുണ്ടാകുമ്പം ഭയങ്കര ഇൻറ്റൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് അതിന് മുന്നേ മാത്രമേ ഏട്ടൻ വന്നിട്ട് എനിക്ക് സീൻ ഇതാണ്. പിന്നെ നമ്മുടെ പടമല്ലേ, ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക്. എൻ്റെ ഏട്ടൻ്റെ പടം, എൻ്റെ കസിൻ എഴുതുന്നു, അപ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പുള്ളി ചെയ്തിപ്പോൾ തടതൻ മറയത്ത് എഴുതുമ്പോൾ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അച്ഛൻ അഭിനയിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പടം അല്ലെങ്കിൽ അങ്ങനെ കാണാനാണ് അതൊരു സുഖം, അതൊരു ഫീലാണ്. സോ കമ്മിങ് ഫ്രം എ ഫാമിലി വേർ ദേർ സോ മെനി ടാലൻസ് റണ്ണിങ് അക്രോസ്, എന്തോരം പ്രഷർ ഉണ്ട് ധ്യാനിൽ പെർഫോം ചെയ്യാനായിട്ട്? ഈവൻ ആസ് ഈ പറഞ്ഞ പോലെ ഒരു ആക്ടറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ ഡയറക്ടറായിട്ടാണെങ്കിലും എന്തോരം പ്രഷർ ഉണ്ട് ഓൺ ധ്യാൻ? എനിക്ക് പ്രഷറൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അതൊരു എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പടങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇപ്പോൾ എനിക്ക് കറണ്ട് ബിൽ അടക്കണ്ട, വീട്ടിലെ കാര്യങ്ങൾ, പെട്രോൾ അടിക്കണ്ട, ഫ്ലാറ്റ് വാങ്ങിക്കണ്ട, കാർ വീട്ടിൽ ചിലപ്പോൾ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ പറയും നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ, നാളെ പോലെ നീ ബില്ലടച്ചു. കാരണം എല്ലാം അച്ഛനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇനി എന്ത് വേണം എന്നുള്ളത്, നല്ല സിനിമ ചെയ്യുക, അച്ഛൻ്റെ പേര് നിലനിർത്തി പോവുക എന്നല്ലാതെ, അല്ലാതെ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണം. കാരണം അച്ഛൻ ആവശ്യത്തിന് കാറ് വാങ്ങിച്ചാൽ വീട്ടിൽ നിന്ന് ഇപ്പോഴും പെട്രോൾ അടിച്ച് തരുന്നുണ്ട്, റീചാർജിന് പൈസ വാങ്ങിക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിനൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ വെറുതെ ഒരു പടം ചെയ്ത് ചീത്തപ്പേര് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് മാത്രം, ഇപ്പം സിനിമ ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം എൻ്റെ പവർ. കാരണം സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ മോശമായി പോയി കഴിഞ്ഞാൽ ചീത്തപ്പേര്. അതുകൊണ്ട് ഞാനിപ്പോൾ പുള്ളിക്ക് നിർബന്ധമില്ല സിനിമ ചെയ്യണം, അച്ഛന് നിർബന്ധമില്ല. ഞാൻ സിനിമ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ കൃഷിയൊക്കെ നോക്കി നടന്ന് വീട്ടിൽ കുറേ കൃഷിയൊക്കെ ഉണ്ട്. Okay. അപ്പോൾ കൃഷിയൊക്കെ നോക്കി നടത്തുമെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. Okay, movies that has inspired you. കുറേ സിനിമകളുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന സിനിമ കുറേ സിനിമകൾ. Actors that you love. പുതിയ ആൾക്കാരിൽ എനിക്ക് പൃഥ്വിരാജിനെയാണ് ഇഷ്ടം. തമിഴിൽ എനിക്ക് അജിത്തിനെയാണ് ഇഷ്ടം. ഹിന്ദിയിൽ എനിക്ക് ഞങ്ങൾക്കാണ് അപ്പോൾ സൽമാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല, ഒരുപാട് പേർക്ക് സൽമാൻ ഇഷ്ടമാണ്. ഓക്കെ. ധ്യാനിന് ഒരുപാട് ഫീമെയിൽ ഫാൻസ് ഉണ്ടോ? എനിക്കറിയില്ല. അറിയില്ലേ? ഫീമെയിൽ ഫാൻസ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുണ്ടോയെന്നാണ്. എനിക്കിപ്പോൾ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവരൊക്കെ ഫാൻസ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് അവർ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ തിര കഴിഞ്ഞതിന് ശേഷം ഫീമെയിൽ ഫാൻ ബേസ് ഫേസ്ബുക്കിൽ മെസ്സേജസ് അതൊക്കെ വരാറുണ്ട്. ആമ്പിള്ളേരും അയക്കാറുണ്ട്. നല്ല രസമല്ലേ അതൊക്കെ.